ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് നാട്ടുകാരുടെ മുഴുവൻ ഉറക്കം കെടുത്തുന്ന ദുരന്ത കഥയിലേക്കാണ് ഇനി പോകുന്നത്. തിരുവനന്തപുരം വെള്ളറടയിലെ നെല്ലിശ്ശേരിയിൽ 3 കൊല്ലം മുമ്പ് സ്ഥാപിച്ച ഒരു പ്ലാന്റാണ് ഇപ്പോൾ ജനങ്ങൾക്ക് പൊറുതിമുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1000-ഓളം കുടുംബങ്ങളാണ് ഈ പ്ലാന്റ് കൊണ്ട് പൊറുതിമുട്ടുന്നത്. മഴയത്തും നാടൊന്നാകെ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ ഒരുമിച്ചെത്തി. വർഷങ്ങളായി ഇവരുടെ മണ്ണും വെള്ളവും വായുവും മലിനമാക്കുന്ന ഒരു വിപത്തിനെതിരെ വെള്ളറട പഞ്ചായത്തിന് കീഴിൽ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റാണ് നാട്ടുകാരുടെ പ്രശ്നം. 3 വർഷം മുമ്പാണ് മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ അറിവോടെ ഇവിടെ പ്ലാന്റ് നിർമ്മാണം തുടങ്ങിയത്. ആദ്യം പറഞ്ഞത് കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് എന്ന്. വീട്ടിൽ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരിക മെയിനായിട്ടുള്ളത് തലപ്പെരുപ്പ്, തല കറക്കം, ഈ സ്മെല്ലിൻ്റെ ഇതുകൊണ്ടാണ്. ആ നാറ്റം അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ ഛർദ്ദിക്കാൻ വരും. ആഹാരം കാണുമ്പം കഴിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ വീട്ടിനകത്തോട്ട് കയറാൻ പറ്റില്ല, എന്തോ ഒരു ജാതി ഒരു സ്മെല്ല്. അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഉരുക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു മണം മാത്രമാണ് നമ്മുടെ മൂക്കിലോട്ട് അടിക്കുന്നത്. എനിക്ക് മാട് വളർത്താണ് എൻ്റെ ജോലി. എൻ്റെ മാടൊക്കെ എല്ലാം ശ്വാസം മുട്ടലാണ്. എനിക്ക് ജീവിക്കാൻ വേറെ ഒരു നിവർത്തിയില്ല. എൻ്റെ പൊന്നു മക്കളെ ഒരിക്കലത്തെ ജീവന്മാരെ വാരിക്കെട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണേ. നിങ്ങളെങ്കിലും സഹായിക്കണം. ഇവൻ്റെ വീടിൻ്റെ അടുത്ത് അവരുടെ ഗ്രൗണ്ടുണ്ട്, പക്ഷേ അവിടെ കളിക്കുമ്പോൾ ശ്വാസം മുട്ടും പറ്റും ബഹ കാരണം. അത് ഇവിടെ നിന്ന് കളിക്കാൻ നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ശ്വാസം കിട്ടൂല നേരെ. പിന്നെ ചിലപ്പം ഇത് നല്ലപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഈ കഫം വരുമ്പോൾ നല്ല കറുത്ത കളറിലാണ് വന്നുകൊണ്ടിരുന്നത്. പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന പുക ചെന്നെത്തുന്നത് ചേർന്ന് കിടക്കുന്ന വീടുകളിലേക്ക്. ഛർദിയും ശ്വാസകോശ രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും ഇതോടെ പതിവായി. ശുദ്ധജലം ഒഴുകിയിരുന്നിടങ്ങളിൽ വെള്ളത്തിന്റെ സ്വാഭാവിക നിറത്തിൽ മാറ്റം വന്നു. അത് ഈ ടാർ പ്ലാന്റ് നേരത്തെ ഇങ്ങനെയുള്ള ഒരു വിഷയമില്ലായിരുന്നു. ഈ ടാർ പ്ലാന്റ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ 50 ലക്ഷം രൂപ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷം അവിടെ നിന്ന് മാലിന്യം വന്നിറങ്ങുന്നതാണ്. ഒരാളിന് കുളിക്കാൻ പാടില്ല. ഇതിൽ കുളിച്ച ആളിൻ്റെ ഭാര്യ ഇതാ നിൽക്കുന്നുണ്ട്. 2 ദിവസം തുണി നനച്ച് കുളിച്ച് 22 ദിവസം ആശുപത്രി കിടന്നു. ദേഹമൊക്കെ പുണ്ണായി. ഞാനാണ് എൻ്റെ ആട്ടോയിലാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. ഈ കൊച്ചുകുട്ടിക്ക് ഡോക്ടർ പറഞ്ഞ 2 വർഷം യാതൊരു പ്രശ്നമില്ല എങ്കിൽ 2 വർഷം തുടരെ ചികിത്സിച്ചാൽ മാത്രമേ ഈ രോഗം ഭേദമാകൂ. അപ്പോൾ ഇങ്ങനെ ഈ പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കൊരു സുഖം കിട്ടാൻ പോണില്ല. നാട്ടുകാർ സമരത്തിനിറങ്ങിയതോടെ പ്ലാന്റിന്റെ ലൈസൻസ് വെള്ളറട പഞ്ചായത്ത് റദ്ദാക്കി. പക്ഷേ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങി പ്ലാന്റ് പ്രവർത്തനം വീണ്ടും തുടങ്ങി. നെയ്യാറ്റിൻകര മാമ്പഴക്കര സ്വദേശി ബി ശ്രീകണ്ഠന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പ്ലാന്റ്. ഇത്രയല്ല, ഞങ്ങൾ കോടതിയിൽ വിജയിക്കാത്തതിന് കാരണം പഞ്ചായത്തിനെ കക്ഷിയെടുത്താണ് അവർ പോയത്. മാവണി എന്ന് പറയുന്ന വ്യക്തി പഞ്ചായത്തിനെ കക്ഷിയെടുത്താണ് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ പോകുന്നതിനെ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം പഞ്ചായത്ത് വക്കീൽ അവിടെ കൗണ്ടർ ഫയൽ ചെയ്യണില്ല. 6 മാസം കൊണ്ട് തുടരെ അയാൾ കൗണ്ടർ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും കൗണ്ടർ ഫയൽ ചെയ്യുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ഈ കേസ് ഒരു സ്റ്റോപ്പ് മെമ്മോ കെട്ടാൻ താമസമാവുന്നത്. അപ്പം പഞ്ചായത്ത് തീരുമാനമെടുത്തു, പഞ്ചായത്ത് വക്കീലിനെ മാറ്റുകയോ അല്ലെങ്കിൽ പകരം ഈ കേസിന് വേണ്ടി ഒരു വക്കീലിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് നമുക്കിതൊരു തീരുമാനത്തിലെത്താം. ഇതിവിടെ പാടില്ല എന്നുള്ളൊരു തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിട്ടുണ്ട്. സമരവും വോട്ട് ബഹിഷ്കരണവും അടക്കം നടത്തിയിട്ടും MLA ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അനുകൂല നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തിരുവനന്തപുരത്ത് നിന്നും സിറിൽ ഡേ ലെസ്ലിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.